നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കാവേരിയും ഗംഗ എല്ലാരും ചേർന്ന് യമുനയെ രക്ഷിക്കുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ അവരെത്തിയതുകൊണ്ടാണ് രക്ഷിക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ രക്ഷിച്ചോണ്ട് വീട്ടിലേക്ക് വരണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇരിക്കുമായിരുന്നു ശാരദയും രാധമ്മ എല്ലാവരും കൂടെ. കാരണം ഈ പറയുന്ന യമുനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അപ്പൊ എവിടെയാ എന്താന്നും അറിയത്തുണ്ടായിരുന്നല്ലോ. അതുപോലെ അത് മാത്രമല്ല, ഈ പറയുന്ന വിശാലിട്ട് നല്ല ചത കൊടുത്തിട്ടുണ്ടായിരുന്നു. നിവിനും വിനീതും എല്ലാം ചേർന്ന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവൻ ചെയ്ത ക്രൂരത ചെറുതൊന്നും അല്ലല്ലോ. ഈ സമയത്ത് അവളെ യമുനയെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ട് അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അവരെയും കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേനും ഓരോ ആൾക്കാർ ഇങ്ങനെ കുശൂസെന്ന് ഓരോന്ന് പറയണം. അതും പോരാഞ്ഞിട്ട് നിവിനും വിനീതും ചേർന്നിട്ട് വിശാലിനെ കൈയോടെ പൊയ്ക്കൊണ്ട് വന്നിട്ടായിരുന്നു. അവന്റെ ദേഹത്തൊക്കെ അടികൊണ്ട പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് എല്ലാവരും പറഞ്ഞു. അത് മാത്രമല്ല, അവന്റെ കൂടെ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നേ ഈ പറയുന്ന യമുന അവനോടൊപ്പം ഇറങ്ങിപ്പോയതാ, എന്നിട്ട് യമുനെ കൂട്ടിക്കൊണ്ട് വന്നേന്നൊക്കെ ഓർത്തണ്ട ആൾക്കാരൊക്കെ ഓരോന്ന് പിറുപിറുക്കാനൊക്കെ തുടങ്ങി. പക്ഷെ സത്യാവസ്ഥ അതല്ലെന്നുള്ള കാര്യം കാവേരിക്കും ഗംഗയ്ക്കും ഒക്കെ അറിയായിരുന്നു. ശരിക്കും അവൻ കൊടുക്കാനായിട്ട് ശ്രമിച്ച വിശാല് അതിനകത്ത് യമുന പോയി പെടുവായിരുന്നു. അങ്ങനെ യമുന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരദ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോഴാണ് കാവേരിയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. പിന്നീട് ശാരദ പറഞ്ഞു, എന്നാലും മോളെ, നീ എന്തിനാ അവൻ വിളിച്ചപ്പോ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ അമ്മേ. നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ, ആ തോട്ടം അങ്ങനെയല്ല അവര് സ്വന്തമാക്കിയത്. അത് തിരിച്ചെഴുതി തരാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവനെ അവിശ്വസിച്ചില്ല. അവനെനിക്ക് വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനോടൊപ്പം പോയത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. കൃത്യസമയത്ത് ഇവരവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോയാനും. അപ്പൊ നന്നായിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു യമുനെ. അപ്പൊ അതിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ അവളുടെ ദേഹത്തും ഉണ്ടായിരുന്നു. വിശാല് വലിയ ക്രൂരത തന്നെയാ കാണിച്ചത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് പോലും. തന്റെ അച്ഛനെ നാണം കെടുത്തി എന്നുള്ളൊരു പേരിന്റെ പുറത്താണ് യമുനക്കിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ഭൂമി പൂജ നടക്കുന്ന സമയത്തൊക്കെ കാവേരിയും യമുനയും ഗംഗയും എല്ലാവരും കൂടെ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അച്ഛനെ നാണം കെടുത്തി. അത് മാത്രമല്ല, ഈ തോട്ടം അത് തന്റെ അച്ഛൻ അവകാശപ്പെട്ട എന്നൊരു ചിന്തയൊക്കെയായിരുന്നു വിശാലിന്റെ മനസ്സിൽ. അച്ഛനേക്കാളും ഒരു പടിയും കൂടെ ഉയർന്നു നിൽക്കും വിശാലിന്റെ ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്ര വൃത്തിയായിട്ട സ്വഭാവമാണ് അവന്. അതിനുള്ള കൂലി എന്താണെങ്കിലും നിവിൻ എല്ലാരും കൂടെ ചേർന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവില് നിവിൻ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ജയപാലിനോട്. ഞങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം പറഞ്ഞ ഈ പറയുന്ന വിനീത് എന്റെ സഹോദരനായിട്ട് വരും. എന്നാലും എനിക്കവന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇവന്റെ കയ്യിലിരിപ്പ് അത്ര മോശമായിട്ടുള്ള കയ്യിലിരിപ്പ. ഒരിക്കലും ഒരു പെങ്കൊച്ചിനോടും ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാ ചെയ്തേന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ജയപാലിന് ദേഷ്യം വന്നു. ജയപാലിന് അവനെ അടിക്കുന്നുണ്ട്. വിശാലിന് എന്ത് പരിപാടിയാണെന്ന് കാണിച്ചേ. അപ്പോഴാണ് അവൻ ആ കാര്യങ്ങളൊക്കെ പറയണ, ഇതൊക്കെ ഞാൻ ചെയ്ത അച്ഛന് വേണ്ടിയിട്ടാ. അച്ഛനെ എതിർക്കുകയല്ല ചെയ്ത കാവേരി യമുന എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അല്ലാതെ എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു അവളെ കടത്തിക്കൊണ്ട് പോണെന്ന്. എടാ, അതുകൊണ്ട് ഇപ്പൊ എന്തായി, നാട് നീളെ പാട്ടായില്ലേ. നീ അവളും കൂടെ ഒളിച്ചോടിന്ന് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? എന്റെ അച്ഛ, എനിക്കൊരു പ്രശ്നമില്ല. 2 ദിവസം കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറന്നു പോകും. പക്ഷെ അവളുടെ കാര്യം അങ്ങനെയല്ല. അവൾക്കിട്ടൊരു പണിയും കൂടെ ഞാൻ കൊടുത്തേന്ന് പറഞ്ഞു. ഒടുവിൽ പ്രവീണ പറഞ്ഞു, വേണ്ടിയിരുന്നില്ല മോനെ, നീ എന്തു പരിപാടിയാ കാണിച്ചേ? ഒന്നുമില്ലല്ലോ, അതൊരു പെങ്കൊച്ചല്ലേ, അതിന്റെ ഭാവി പോകുന്ന കാര്യമല്ലേ. ജയപാലൻ പറഞ്ഞു, മിണ്ടരുത് നീ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീണയെ കുറ്റപ്പെടുത്തുവാണ്. പിറ്റേ ദിവസം ദേഹം പോലും അനക്കാൻ പറ്റാത്ത വേദനയായിരുന്നു യമുനയ്ക്ക്. കാരണം അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. വിശാല് അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തും അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ഒരുമാതിരി വല്ലാത്ത ചോദ്യമാണ്, എന്തിനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ? കാരണം ഒരു ദിവസം ഒരുത്തന്റെ കൂടെ കിടന്ന പെണ്ണല്ലേ, ആ വഴിക്ക് അങ്ങോട്ട് വിട്ടാ പോരായിരുന്നോ എന്നൊക്കെ ഒരു ചിന്തയില് ദ്വയാർത്ഥം വെച്ചൊരു സംസാരമായിരുന്നു ഉണ്ടായത്. അപ്പം എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് ഈ പറയുന്ന വിശാല് യമുനെ. ആ ഒരു ചിന്താഗതിയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ള കാര്യം യമുനയ്ക്കെല്ലാം അറിയത്തുള്ളൂ. അതിപ്പോ നാട്ടുകാരുടെ മുഴുവൻ പറയാൻ പറ്റില്ല, കൊട്ടി ഘോഷിക്കാൻ പറ്റില്ല, അനൗൺസ്മെന്റ് ചെയ്യാനും പറ്റില്ല. വീട്ടുകാർക്കറിയാം, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വന്ന് ചോദിക്കുന്നവരോടെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. കാവേരിക്കൊക്കെ ഈ കാര്യത്തിൽ വല്ലാത്തൊരു വിഷമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലോ. ഈ സമയത്ത് നിവിനെ രാജേശ്വരി വിളിച്ചിട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. എല്ലാത്തിനും കാരണം നീയാ. നിനക്ക് നാണം ഉണ്ടോടാ? നീ എന്ത് കാണിക്കാനാടാ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ പോയത്? നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിവിനെ, ആ പെണ്ണിന്റെ പിന്നാലെ നടക്കരുതെന്ന്. രാഗിണിയെ കല്യാണം കഴിക്കാനുള്ളതാണ് നിനക്ക്. എന്നിട്ടാണ് ആ കാവേരി എന്ന് പറയുന്ന പെണ്ണിന്റെ പിന്നാലെ പോകുന്നത്. നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇത്? അമ്മേ, വെറുതെ അനാവശ്യം പറയരുത്.
എനിക്ക് രാഗിണിയെ കല്യാണം കഴിക്കണ്ട. ഇതെങ്ങാനും ജയബാലേട്ടൻ കേട്ടാണ്ടല്ലോ പിന്നെ നിന്നെ ബാക്കി വെച്ചേക്കില്ല. നിന്റെ മനസ്സിലാ കാവേരി ആ അഴിഞ്ഞാടി നടക്കുന്നവളാണെങ്കിൽ ആ സ്വപ്നം നീ മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയുന്നുണ്ട്. നീവും പക്ഷെ അതൊക്കെ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ എടുത്ത് കളയുക ചെയ്തേ. നീവിനറിയാം ഇനിയിപ്പോൾ ഇവരെന്തൊക്കെ പറഞ്ഞാലും തന്റെ മനസ്സിൽ കാവേരി മാത്രമേ ഉള്ളൂ. താൻ കല്യാണം കഴിക്കുന്നുണ്ട് കാവേരിയെ കല്യാണം കഴിക്കുള്ളെന്ന്. രാജേഷിനോട് എതിർത്ത് നിൽക്കുമ്പോഴത്തേനും രാജേഷിക്ക് ഒന്നിനൊന്നിന് നിവിനോട് ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. പക്ഷെ നിവിനതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. ഇതേ സമയത്ത് ജയപാലിനൊരു കളി കളിക്കാൻ തീരുമാനിച്ചു. തന്റെ മോനെ കുറെ തല്ലിച്ചതച്ചല്ലേ വിനീതും എല്ലാം ചേർന്നിട്ട് അപ്പോൾ ഒരു പണി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കണം. തന്റെ മോനെ തല്ലിച്ചതച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ SIയെ വിളിച്ച് കാര്യങ്ങൾ പറയണം. എൻ്റെ മോനെ ഒരു കാരണമില്ലാതെ തല്ലി ചതച്ചു. അതിന്റെ പേരിൽ അവനെ കസ്റ്റഡിയിൽ എടുക്കണം. അപ്പൊ നിവിനെ കസ്റ്റഡിയിൽ എടുക്കണ്ട, വിനീതിനെ കസ്റ്റഡിയിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. ഒടുവിൽ എന്ത് ചെയ്തു? വിനീതയെ കസ്റ്റഡിയിൽ എടുക്കാണ്ട് പോലീസുകാർ വരുവാണ്. പോലീസുകാരെ കണ്ടപ്പോൾ തന്നെ നിളയൊക്കെ പേടിച്ചുപോയി. പോലീസുകാർ വന്ന് വിനീതിനെ ചോദ്യം ചെയ്യാടാ. നീ എന്തിനാടാ വിനീതിനെ വിശാലിനെ ഉപദ്രവിച്ചെന്നൊക്കെ ചോദിച്ചോണ്ട്. സാറേ അവൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്ക അനാവശ്യം പറയുന്നു. മര്യാദയ്ക്ക് വന്ന് കയറടാന്നൊക്കെ പറഞ്ഞു ജീപ്പയിലേക്ക്. ഗംഗയെ യമുനെ എല്ലാരും തടഞ്ഞു. പക്ഷെ പോലീസുകാർ കേട്ടില്ല. അവര് പറഞ്ഞു അതെ ഇവൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ഇവന് കിട്ടും. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒടുവിൽ വിനീതിനെ ജീപ്പെ കെട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുജാതയ്ക്ക് സഹിച്ചില്ല. സുജാതയാണെങ്കിൽ വെപ്രാളം വിളിച്ച് ഓടി അങ്ങോട്ടേക്ക് വരുവാണ്. ഗംഗയോട് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോൾ ഗംഗ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുജാത പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എങ്ങനെ അവനെ ഇറക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ കാവേരി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏത് വിധേനെ അവരെ പൂട്ടണം. ഒരു തെറ്റും ചെയ്യാതെയാണ് ഇപ്പൊ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തോട്ടം അവർ സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും വേണ്ടേ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ശാരദയോട് കാവേരി പറഞ്ഞു അമ്മേ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് തന്നെ വിനീതേട്ടനെ പുറത്തിറക്കണം. അല്ല മോളെ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കുവോ? ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവരെങ്ങനെയാണ് ഞാൻ പുറത്തിറക്കിയിരിക്കും. ഈ സമയത്ത് യമുന വന്നിട്ട് ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട മോളെ. കഴിഞ്ഞു. നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ലല്ലോ. നീ കുടുംബത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടിയല്ലേ പോയത്, അല്ലാതെ അവൻ്റെ കൂടെ ഒളിച്ചോടിയതൊന്നും അല്ലല്ലോ. ആരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ശാരദ രാധമയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒടുവില് കാവേരി എന്ത് ചെയ്തു? കാവേരി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് ഗംഗയും കൂട്ടിക്കൊണ്ട് വിനീതിനെ ഇറക്കാനായിട്ട്. പക്ഷെ പോലീസുകാരെ സമ്മതിച്ചില്ല. ഒരു കാരണമല്ലാതെ ഒരു ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചാണ്. ഒരു കാരണമില്ല ഇല്ലാതല്ല സാറേ. ഈ പറയുന്ന എൻ്റെ അനുജത്തി അവൻ കടത്തിക്കൊണ്ട് പോയിട്ടാന്ന് പറഞ്ഞു. കടത്തിക്കൊണ്ട് പോയതൊന്നും അല്ലല്ലോ, അവൾ സ്വയം മനസ്സാലെ പോയതല്ലേ. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പ്രായപൂർത്തിയായി ഇഷ്ടമുള്ളവർക്ക് തമ്മിൽ അങ്ങനെ പോവാം. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ആരൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. ഒടുവില് കാവേരി പറഞ്ഞു സാറേ അതൊന്നും അല്ല സത്യാവസ്ഥയെന്ന് പറഞ്ഞു. പോലീസുകാരൻ ഈ പറയുന്ന ജയപാലിന്റെ പക്ഷത്തായിരുന്നല്ലോ. അപ്പോഴേക്കും കാവേരി പറഞ്ഞു സാറേ സത്യം അതൊന്നും അല്ല, കടത്തിക്കൊണ്ട് പോയത് തന്നെയാന്ന് പറഞ്ഞു. അതിനെ കടത്തിക്കൊണ്ട് പോയെന്നുള്ളതിന് എന്താ തെളിവ്? ഈ പറയുന്ന നിങ്ങളുടെ അനുജത്തി യമുന കടത്തിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവനെന്താണല്ലോ ഇവിടെ കിടക്കും. ഇവനെ പുറത്തിറക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഒടുവില് കാവേരി ഗംഗയും കൂട്ടി വീട്ടിലേക്ക് വന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യമുന പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ പരാതി കൊടുക്കാം അവനെതിരെ, വിശാലിനെതിരെ കൊണ്ട് പരാതി കൊടുക്കാന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു അതൊക്കെ വേണോ മോളെ? വേണം. ഇനി ഇതിങ്ങനെ അടക്കി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇതെന്നെ പുറത്തിറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യമുനയും കൂട്ടിക്കൊണ്ട് കാവേരിയും ഗംഗയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് വിശാലിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുവാണ്. അവൻ തന്നെ തട്ടിക്കൊണ്ട് പോയതാണ്. തട്ടിക്കൊണ്ട് പോകാൻ മാത്രമല്ല ഒരു മുറിയിലിട്ട് ഭയങ്കരമായിട്ട് ദേഹോപദ്രവമൊക്കെ ചെയ്തു. ആ ഫുഡ് പോലും തന്നില്ല. ഒടുവിൽ തന്നെ അവിടെ ഇട്ട് കൊല്ലാനായിരുന്നു അവന്റെ പ്ലാന്. കൃത്യസമയത്ത് തന്നെ ഇവർ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് എഴുതി കൊടുത്തു. കൊടുക്കുന്ന കംപ്ലൈന്റ് അത് സ്വീകരിക്കാതിരിക്കേണ്ട CIക്ക് പറ്റില്ലോ, അത് SIക്ക് പറ്റില്ലോ. അത് മാത്രമല്ല കാവേരി പറയുകയും ചെയ്തു സാറേ ഇതിന്റെ കോപ്പി ഞങ്ങൾ മുകളിലേക്കുള്ള എല്ലാവർക്കും അയക്കും. സാർ ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കണമെന്ന്. സാറിന്റെ തലയിൽ തുപ്പി കാണത്തില്ലെന്ന് കാവേരി പറഞ്ഞു. സാറിനെ ജയപാലിന്റെ ശിങ്കിടിയായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിലേ ഇതിനപ്പുറത്തേക്കുള്ള പിടിപാടുകൾ നടത്താനായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്കും ജീവിക്കണം. മര്യാദയ്ക്ക് സാർ ആക്ഷൻ എടുത്തോണം, അതാ സാറിന് നല്ലതെന്ന് പറഞ്ഞു. SIക്ക് മനസ്സിലായ കാവേരി ഒരു തീപ്പൊരിയാണ്. ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീ അങ്ങോട്ട് നന്നായിട്ട് കയറി ആൾ കത്തുന്നുള്ള കാര്യം. പോരാത്തിന് പെൺവിഷയം കൂടെ ആണല്ലോ. എങ്ങാനും ഇനിയിപ്പോൾ ഇതിനൊരു കേസ് എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സംഘടനകളും നാട്ടുകാരും എല്ലാവരും കൂടെ ഞങ്ങളെ ഇളകിയിട്ടുണ്ടെങ്കിൽ തൻ്റെ തൊപ്പി മാത്രമല്ല തനിക്ക് ചിലപ്പോൾ ഡിസ്മിസിലും കൂടെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ഒടുവിൽ SI എന്ത് ചെയ്തു?
വിശാലിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വരുവാണ്. അപ്പൊ വിനീതിനെ വിട്ടിട്ടുണ്ടായിരുന്നു. വിനീത് നിരപരാധിയാന്ന് തിരിച്ചറിഞ്ഞിട്ട് വിനീതിനെ വിട്ടത്. ഒടുവില് വിശാലിനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേനും ജയപാലൻ ചോദിച്ചു, എന്താ സാറേ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. സാറേ ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, എൻ്റെ മോന് എന്താണെങ്കിലും ഒരു കംപ്ലൈന്റ് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു, അതെ നിങ്ങൾ എന്തായാലും കംപ്ലൈന്റ് തരുന്നതിന് മുമ്പ് അവരൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ആര്? ആ പെണ്ണ് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന വിശാല അവളെ കടത്തിക്കൊണ്ടുപോയതെന്ന്. അതെ, കടത്തിക്കൊണ്ടുപോയി ദേഹോദരം ചെയ്യുന്നൊക്കെ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ ഞങ്ങൾക്ക് ലോക്കപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ജയപാലൻ സമ്മതിച്ചില്ല. ജയപാലൻ പറഞ്ഞു, എന്റെ മോനെ കൂട്ടിക്കൊണ്ടു പോകാനോ? അതൊന്നും നടക്കില്ല സാറേ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ല. പ്രവീണ പറഞ്ഞു, എന്റെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ കൂട്ടിക്കൊണ്ട് പോകലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ എസ് ഐ സമ്മതിച്ചില്ല. ജയപാല സാറേ, നിങ്ങളോട് എനിക്കൊരു മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അവരെതിൻ്റെ കോപ്പി മുകളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമാകുക തന്നെ ചെയ്യും. ഞാനെന്തും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ മോളിൽ നിന്ന് എനിക്ക് ഓർഡർ കിട്ടും. ഒടുവിൽ ഞാൻ ജോലിയും കളഞ്ഞ് വീട്ടിൽ ഇരിക്കേണ്ട വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ജയപാലനൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് വിശാലിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എസ് ഐ. അവിടെ ഈ പറയുന്ന കാവേരിയും ഗംഗയും വിനീതും എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ നാണം കെട്ട് വിശാൽ ഇങ്ങനെ അവരുടെ മുന്നിലേക്ക് വരുവാണ്. എന്ത് ചെയ്യണമെന്ന് വിശാലിന് അറിയണ്ടായിരുന്നില്ല. വിശാലിന്റെ വിചാരം താൻ രക്ഷപ്പെട്ടു പോകും, തൻ്റെ അച്ഛന് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ഓർത്തിരുന്ന. ഒടുവിൽ ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.